വെൽക്കം ടു ഡ്രീം ഷോർ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. HSST കോമേഴ്സ് എക്സാമിൻ്റെ ദിവസങ്ങൾ ജൂൺ 30 നമുക്ക് HSST കോമേഴ്സിൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ നമുക്ക് എക്സാമിന് വരുന്ന ഓരോ ടോപ്പിക്കായിട്ട് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാം. നമ്മൾ റിസർച്ച് മെത്തഡോളജി കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻകം ടാക്സ് കംപ്ലീറ്റ് ചെയ്തു, റിസർച്ച് മെത്തഡോളജി കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ്സാണ്. അപ്പോൾ ഇതിന് മുൻപുള്ള ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിന് വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ HSST കോമേഴ്സ് എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റേജസ് ഇൻ ദ ഇവല്യൂഷൻ ഓഫ് ബിസിനസ് ആണ്. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണിത്. സ്റ്റേജസ് ഇൻ ദ ഇവല്യൂഷൻ ഓഫ് ബിസിനസ്. സ്റ്റേജസ്, ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് നമ്മുടെ ഇൻ്റർനാഷണൽ ബിസിനസ് കടന്നു പോകുന്നത്? അതിൽ ഫസ്റ്റ് വരുന്നത് ലോക്കൽ ബിസിനസ്, സെക്കൻഡ് വൺ റീജിയണൽ ബിസിനസ്, തേർഡ് വൺ നാഷണൽ ബിസിനസ്, ദെൻ ഇൻ്റർനാഷണൽ ബിസിനസ്, ഗ്ലോബൽ ബിസിനസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ലോക്കൽ ബിസിനസ് എന്ന് നോക്കാം. ലോക്കൽ ബിസിനസ് ഹാഡ് ഇറ്റ്സ് ഒറിജിൻ സിൻസ് ദ ഏർലി സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ. It began with a mere sharing of food item. The local area comprises of surrounding neighborhood, adjacent areas where community of native people live remains active regularly. Local business is based on a local area and provides a variety of commodities, goods and services that are needed to a local population. അതായത് ലോക്കൽ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കൽ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവിടെയുള്ള ആളുകൾക്ക് നീഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു ബിസിനസ്സാണ് നമ്മുടെ ലോക്കൽ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സാധാരണ ഷോപ്പുകളിലൊക്കെ നമ്മൾ സാധനങ്ങൾ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഷോപ്പുകളിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നതെല്ലാം ഈ ലോക്കൽ ബിസിനസ്സിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമുക്ക് റീജിയണൽ ബിസിനസ്. റീജിയണൽ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, എ റീജിയൻ ഈസ് എ യൂണിറ്റ് ഓൺ എർത്ത് സർഫേസ് ദാറ്റ് ഹാസ് യൂണിഫൈയിങ് ആൻഡ് ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം ഈ റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സെക്ടറാണ്, അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളും ഒക്കെയുള്ള ഒരു സെക്ടറാണ്. റീജിയൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എ ജോഗ്രഫിക് ആൻഡ് നോൺ ജോഗ്രഫിക് റീജിയൻ. റീജിയനെ നമുക്ക് ജോഗ്രഫിക് എന്നും നോൺ ജോഗ്രഫിക് എന്നും ഡിവൈഡ് ചെയ്യാം. ദ ജോഗ്രഫിക് റീജിയൻ ഈസ് എൻ ഏരിയ വിത്ത് ജോഗ്രഫിക്കൽ ബോർഡേഴ്സ് ഓർ ബൗണ്ടറീസ്. ജോഗ്രഫിക്കൽ റീജിയൻ ആർ സെപ്പറേറ്റഡ് ബൈ വേരിയേഷൻസ് ഇൻ ലാൻഡ് ഫോംസ് ആൻഡ് ക്ലൈമറ്റ്. ക്ലൈമറ്റിലും ലാൻഡ് ഫോമിലും ഒക്കെ വരുന്ന ഡിഫറൻസ് അനുസരിച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ജോഗ്രഫിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. ദെൻ നോൺ ജോഗ്രഫിക്കൽ റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൾച്ചറൽ, അഡ്മിനിസ്ട്രേറ്റീവ്, പൊളിറ്റിക്കൽ, ഇക്കണോമിക് റീജിയൻ എല്ലാം നോൺ ജോഗ്രഫിക്കൽ വരുന്നതാണ്. അപ്പോൾ ഈ റീജിയണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ജോഗ്രഫിക്കായിട്ടും നോൺ ജോഗ്രഫിക് റീജിയനായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ജോഗ്രഫിക് റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറഞ്ഞു? ജോഗ്രഫിക് റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്നതാണ് നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ജോഗ്രഫിക്കൽ ആയിട്ടുള്ള, അതുപോലെ ലൊക്കേഷൻ, അതുപോലെ ഏരിയ, ബൗണ്ടറീസ്, അതെല്ലാം വരുന്നത് ജോഗ്രഫിക്കലാണ്. നോൺ ജോഗ്രഫിക്കൽ റീജിയൻ എന്ന് പറയുമ്പോൾ കൾച്ചറൽ, അഡ്മിനിസ്ട്രേറ്റീവ്, പൊളിറ്റിക്കൽ, ഇക്കണോമിക് ഒക്കെയാണ് നോൺ ജോഗ്രഫിക്കൽ വരുന്നത്. സോ ദിസ് ഈസ് ദ റീജിയണൽ ബിസിനസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലോക്കൽ ബിസിനസ് എന്താണെന്ന് പറഞ്ഞു, സെക്കൻഡ് നമ്മൾ റീജിയണൽ ബിസിനസ് എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് എന്താണ്? നെക്സ്റ്റ് വൺ ഈസ് നാഷണൽ ബിസിനസ്. Nation is an organized political union of its member states. A national business is one that operates within the borders of a particular country. ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ബോർഡറിൽ വരുന്നതാണ് അല്ലേ. നാഷണൽ ബിസിനസ് ഈസ് എ ടൈപ്പ് ഓഫ് ബിസിനസ് ദാറ്റ് ഹാസ് എ ബിസിനസ് ആൻഡ് കസ്റ്റമർ ബേസ് അക്രോസ് എ നേഷൻ and provides a variety of commodities, goods and services that are needed by the people. അപ്പോൾ ആളുകൾക്ക് ആവശ്യമുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ നാഷൻ വൈഡായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നാഷണൽ ബിസിനസ്. എ നാഷണൽ ബിസിനസ് അണ്ടർസ്റ്റാൻഡ്സ് ദ കൾച്ചർ ഓഫ് ദ കൺട്രി ആൻഡ് ഡെവലപ്സ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ ഇറ്റ്സ് മാർക്കറ്റ്. നാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ അത് ഒരു കൺട്രിയിലുള്ള ആളുകളുടെ കൾച്ചറെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നാഷണൽ ബിസിനസ്. And this national business deal with local currency, custom, culture, regulations and tax system. അപ്പം ലോക്കൽ കൺട്രിയിലുള്ള കറൻസി, കസ്റ്റം എല്ലാം ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെയുള്ളതാണ് ലോക്കൽ ബിസിനസ് എന്ന് പറയുന്നത്. ദെൻ ലോക്കൽ ബിസിനസ് കഴിഞ്ഞാൽ, നാഷണൽ ബിസിനസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ്
ഇൻ്റർനാഷണൽ ബിസിനസ് അല്ലേ. ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദ വേൾഡ് ഇൻ്റർനാഷണൽ ഈസ് ആൻ അഡ്ജക്റ്റീവ് വിച്ച് മീൻസ് കൺസേണിങ് 2 or more കൺട്രീസ് അല്ലേ. 2 or അതിലധികമോ കൺട്രീസ് ചേർന്നതാണ് നമുക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു കൺസേൺ ദറ്റ് എഫക്ട് നോട്ട് മോർ ദാൻ 2 or more കൺട്രീസ്. ഇറ്റ് മീൻസ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ കൺട്രീസ് റിഗാർഡ്ലെസ് ഓഫ് നാഷണൽ ബൗണ്ടറീസ്. അതായത് പല രാജ്യങ്ങളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുടെ ട്രേഡ്, അതൊക്കെയാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നമ്മൾ പറയുന്നത് അല്ലേ. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് അവിടെ ഉണ്ടായിരിക്കും, ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, ഇതെല്ലാം ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ വരും. ദെൻ ഗ്ലോബൽ ബിസിനസ്. ദ വേർഡ് ഗ്ലോബൽ ഈസ് എൻ അഡ്ജക്റ്റീവ് വിത്ത് മീൻസ് കൺസേണിങ് ദ എൻ്റയർ എർത്ത് ആൻഡ് നോട്ട് ജസ്റ്റ് 1 or 2 നേഷൻ. ഇറ്റ് ഈസ് സിനോണിമസ് ടു വേൾഡ് വൈഡ് ഓർ യൂണിവേഴ്സൽ ആൻഡ് ഇറ്റ് ഓൾസോ മീൻസ് അൺലിമിറ്റഡ് യൂണിവേഴ്സൽ ബിസിനസ് അങ്ങനെയൊക്കെ പറയുന്നതാണ് ഗ്ലോബൽ ബിസിനസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ട്രേഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് US, ഇൻ്റർനാഷണൽ ബിസിനസ്. ഇൻ ദ ഗ്ലോബൽ ബിസിനസ് ഓൾമോസ്റ്റ് ഓൾ കൺട്രീസ് അറൗണ്ട് ദ വേൾഡ് പാർട്ടിസിപ്പേറ്റ്. നമ്മുടെ വേൾഡിലുള്ള ഒരുവിധം എല്ലാ കൺട്രീസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഗ്ലോബൽ ബിസിനസ് എന്ന് പറയാം. ഇന്ത്യ USA ആയിട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഈ ഗ്ലോബൽ ബിസിനസ്സിന് പല ഫോംസ് ഉണ്ട്. അതിൽ വരുന്നതാണ് ഇമ്പോർട്ടിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ്, ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ്, സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്സ്, ജോയിൻറ്റ് വെഞ്ചേഴ്സ്. ഇതെല്ലാം ഗ്ലോബൽ ബിസിനസ്സിൽ വരുന്നതാണ്. ദെൻ നമുക്ക് ഗ്ലോബൽ ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഡിഫറൻസ് നോക്കിയാലോ. ഗ്ലോബൽ മീൻസ് ദി ഇൻ്റഗ്രേഷൻ ഓഫ് ഡിഫറെൻറ്റ് നേഷൻസ് ആസ് എ സിംഗിൾ യൂണിറ്റ്. ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് നേഷൻസിനെ നമ്മൾ സിംഗിൾ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് അല്ലേ. ബട്ട് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അഡ്ജക്റ്റീവ് വിച്ച് മീൻസ് കൺസേണിങ് 2 or more കൺട്രീസ്. ദെൻ ദ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ ഇൻ ഗ്ലോബൽ മാർക്കറ്റ് ഈസ് ലാർജ് ബട്ട് ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി സ്മോളർ ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ്. Global companies have offices and branches, but in international companies have these facilities and in 2 or more countries. പല രാജ്യങ്ങളിലായിട്ടാണ് അവിടെയുള്ള ഈ ഫെസിലിറ്റീസ് എല്ലാം വരുന്നത്. ബട്ട് ഗ്ലോബൽ കമ്പനീസ് ഹാവ് ഓഫീസസ് ആൻഡ് ബ്രാഞ്ചസ് ആസ് വെൽ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾ ഓവർ ദ വേൾഡ് ആണ്. അപ്പോൾ വേൾഡ് ലെവലിൽ വരുന്നത് നമുക്ക് ഗ്ലോബൽ ബിസിനസ് ആയിട്ടും, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനോട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്കതിനെ ഇൻ്റർനാഷണൽ ആയിട്ടും കൺസിഡർ ചെയ്യാം. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ ദ ഇവല്യൂഷൻ ഓഫ് എ ബിസിനസ്. ലോക്കൽ ബിസിനസ്, റീജിയണൽ ബിസിനസ്, നാഷണൽ ബിസിനസ്, ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് ഗ്ലോബൽ ബിസിനസ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്